ആദ്യം തിരുവനന്തപുരത്തെ അവസ്ഥ എന്താണ്? ഇന്നലെയൊക്കെ വലിയ കാറ്റ് അവിടെ തിരുവനന്തപുരത്ത് അടിച്ചിരുന്നു. സാമാന്യം തരക്കേടില്ലാത്ത വലിയ മഴക്കെടുതി ഉണ്ടായി. വെങ്ങാനൂരൊക്കെ നേരത്തെ ഒരു ഒരു വാഴക്കൂട്ടം വാഴത്തോപ്പ് അപ്പാടെ ഇല്ലാതായി പോയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്താണ് രാത്രിയിലെ അവസ്ഥ? വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കേണ്ട മുന്നറിയിപ്പ് എങ്ങനെയാണ് മേഷ്? അഷ്മി, തിരുവനന്തപുരത്ത് അല്പം മുൻപ് തുടങ്ങിയ മഴ ഇപ്പോൾ ചെറിയ രീതിയിൽ ശമനമായിട്ടുണ്ട്. ശക്തമായ മഴ അല്പം മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയുള്ളൂ. പക്ഷേ കാറ്റ് ശക്തമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ കാറ്റ് ശക്തമായി ലഭിച്ചത് അതേ രീതിയിൽ കാറ്റ് ശക്തമായി തുടരുന്നുണ്ട്. ഈ സംസ്ഥാനത്താകെ ഏകദേശം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ കാറ്റ് വീശിയ വിവിധ സ്ഥലങ്ങളുണ്ട്. നേരത്തെ കണ്ണൂർ എയർപോർട്ടിൻ്റെ കാര്യം എടുക്കട്ടെ, എറണാകുളത്ത് ബോട്ടിജെട്ടി എടുക്കട്ടെ, തുടങ്ങി പ്രദേശങ്ങളെല്ലാം വലിയ രീതിയിൽ വലിയ വേഗത്തിൽ കാറ്റ് വീശിയിട്ടുണ്ട്. 67-ഉം എറണാകുളത്ത് 59 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശി. ഈ സാഹചര്യത്തിൽ ഇന്നും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. നിലവിൽ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ഒരു മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ 4:30-ക്ക് അടുത്ത അലേർട്ട് വരും. പക്ഷേ ഇതിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. നിലവിൽ 2 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിർത്തിയിട്ടുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിൽ 115 മുതൽ 204 മില്ലിമീറ്റർ വരെയാണ് മഴ ലഭിക്കാൻ സാധ്യതയുള്ളത്. അതേസമയം നാളെ കുറച്ചുകൂടി ശക്തമായി മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയും നാളെയുമെല്ലാം അതീവ ജാഗ്രതയോടുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുള്ളത്. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്, ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. മറ്റന്നാൾ 11 ജില്ലകളിൽ, അതായത് സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മറ്റന്നാൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും റെഡ് അലേർട്ടാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. അതിനുശേഷം മഴ കുറഞ്ഞു തുടങ്ങുമെന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിൻ്റെ ശക്തി അനുസരിച്ച് അതിൻ്റെ ഒരു കാറ്റിൻ്റെ വേഗവും കാറ്റിൻ്റെ ദിശയുമെല്ലാം അനുസരിച്ച് അതിന് മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. അഷ്മി.